കോഴിക്കോട് കൊടുവള്ളി സ്വർണ്ണക്കവർച്ചയിൽ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇനി ഒരാളെ കൂടി പിടികൂടാനുണ്ട്. മറ്റൊരു ജ്വല്ലറി ഉടമ രമേശ് ഉൾപ്പെടെ പാലക്കാട് തൃശൂർ സ്വദേശികളാണ് പിടിയിലായത്. ജ്വല്ലറി ഉടമയായ രമേശിന്റെ കൊട്ടേഷൻ പ്രകാരമാണ് സ്വർണ്ണക്കവർച്ചയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊടുവള്ളി സ്വർണ്ണ കവർച്ചാ കേസിൽ പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ് പ്രതികളിലേക്ക് ഏറ്റവും വേഗത്തിലെത്തിച്ചത്. ബുധനാഴ്ച രാത്രിയിലാണ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കൊടുവള്ളിയിലെ ജ്വല്ലറി ഉടമ ബൈജുവിനെ കാറിടിച്ച് വീഴ്ത്തി ഒരു സംഘം സ്വർണം കവർന്നത്. 1.75 കിലോ സ്വർണമാണ് ബൈജുവിന് നഷ്ടമായത്. പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾ ഉപയോഗിച്ച കാറിൽ വ്യാജ നമ്പർ പ്ലേറ്റ് ആണെന്ന് കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പാലക്കാട് തൃശൂർ സ്വദേശികളായ 4 അംഗ സംഘം പിടിയിലായത്. ഇനി ഒരാളെ കൂടി പിടികൂടാനുണ്ടെന്ന് കോഴിക്കോട് റൂറൽ SP നിതിൻ രാജ്. രമേശിനെ പിടികൂടുകയും രമേശിന്റെ കൈവശത്തു നിന്നും ഏകദേശം 1.2 കിലോഗ്രാമോളം ഗോൾഡ് പോലീസ് റിക്കവറി നടത്തി. പിന്നീടാണ് രമേശൻ ഈ കേസിലെ പരാതിക്കാരനായിട്ടുള്ള ബൈജുവുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ഇൻ ദ സെൻസ് അവർ മുൻപും സംസാരിക്കുകയും ജോലി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ജ്വല്ലറി വർക്ക്സുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പെരുമാറുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബൈജുവിൻ്റെ കൈവശം, ഈ കേസിലെ പരാതിക്കാരൻ്റെ കൈവശം ഇത്രയും ഗോൾഡ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നതിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ ഈ കേസിലെ അക്യൂസ്ഡ് ആയിരിക്കുന്ന രമേശിനുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ടീമിനെ അറേഞ്ച് ചെയ്തുകൊണ്ട് ആ ഗോൾഡ് തട്ടിയെടുക്കാം എന്നുള്ളതായിരുന്നു ഈ കേസിലേക്ക് അവർ പ്ലാൻ ചെയ്തിരുന്നത്. കേസിൽ 5 പ്രതികളാണുള്ളത്. 4 പേരെ പോലീസ് പിടികൂടി. ഇനി ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. കൊടുവള്ളിയിൽ സ്വർണ്ണ വ്യാപാരം നടത്തുന്ന പാലക്കാട് സ്വദേശി രമേശ് നൽകിയ കൊട്ടേഷൻ പ്രകാരം ബിബിൻ, ലതീഷ്, സരീഷ്, വിമൽ എന്നിവർ ചേർന്നാണ് കവർച്ച നടത്തിയത്. തൃശൂരിൽ വെച്ചാണ് രമേശ് ഉൾപ്പെടെ 4 പേരെ പോലീസ് പിടികൂടിയത്. ഇവരിൽ നിന്ന് 1.3 കിലോ സ്വർണം കണ്ടെടുത്തു. ഇവർ കൊട്ടേഷൻ നൽകിയത് 12 ലക്ഷം രൂപയ്ക്കാണ്. ഈ തുകയും പോലീസ് കണ്ടെടുത്തു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. അതേസമയം പ്രതികളെ പിടികൂടിയ പോലീസുകാർക്ക് നാട്ടുകാർ സ്വീകരണമൊരുക്കി. പിടികൂടാനുള്ള ഒരു പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. CCTV കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണമാണ് പോലീസിനെ പ്രതികളിലേക്ക് വേഗത്തിലെത്തിച്ചത്. കൊടുവള്ളിയിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം ഷഹദ് റഹ്മാൻ, 24.